ബി.ജെ.പി സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിന്റെ പ്രചരണത്തിനെത്തിയ സന്ദീപിന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിൽ പോലും ഇടം നൽകാതെ അപമാനിച്ചു. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി. രഘുനാഥനായിരുന്നു ഇതിനു പിന്നിൽ. ഇതോടെ സന്ദീപ് സി.പി.എമ്മിലേക്ക് പോകുമെന്ന് പ്രചരണമെത്തി. സി.പി.എം നേതാവ് എ.കെ. ബാലൻ സന്ദീപിനെ പുകഴ്ത്തി. സി.പി.എം സ്വാഗതം ചെയ്തു. എന്നാൽ സന്ദീപ് മനസ്സു തുറന്നില്ല. ഇപ്പോഴിതാ കോൺഗ്രസിലേക്ക് സന്ദീപ് പോവുകയാണ്. ഇത് പാലക്കാട്ടെ ഫലത്തെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. അതീവ രഹസ്യമായ രാഷ്ട്രീയ നീക്കമാണ് സന്ദീപ് നടത്തുന്നത്. ബി.ജെ.പി നിരയിൽ സി.പി.എമ്മിനെ കടന്നാക്രമിച്ച നേതാവാണ് സന്ദീപ് വാര്യർ. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയിൽ നിന്നും സി.പി.എമ്മിലേക്ക് കൂടുമാറിയാലും ഒന്നും സംഭവിക്കില്ലെന്ന് ബി.ജെ.പി കരുതി. സി.പി.എം മൂന്നാമനായതുകൊണ്ട് തന്നെ സി.പി.എം പക്ഷത്തേക്ക് സന്ദീപ് പോയാലും ഒന്നും നടക്കില്ലെന്നും ബി.ജെ.പി വിലയിരുത്തി. പാലക്കാട്ടെ ചുമതലയുള്ള രഘുനാഥ് ഈ പ്രചരണം സജീവമാക്കി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി.ജെ.പിയിൽ നിന്നും സന്ദീപിനെ പുറത്താക്കാനും തീരുമാനിച്ചു. ബി.ജെ.പി സംസ്ഥാനാധ്യക്ഷൻ അടുപ്പക്കാരോട് ഈ സാധ്യത പങ്കുവച്ചിരുന്നു. ഇതിനിടയിലാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് പോകുന്നത്.